പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത 2 വർഷത്തിനുള്ളിൽ ലോകത്ത് വലിയ മാറ്റം വരാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന AI എന്ന 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം പലരുടെയും ജോലി ഇല്ലാതാകും എന്നുള്ളതാണ് വാസ്തവം. ലോകത്തിലെ 99% കമ്പനികളിലെ മേധാവികളും ഇപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 വർഷം കഴിയുമ്പോഴത്തേക്ക് 60% കൂടുതൽ ആളുകളെ പിരിച്ചുവിടേണ്ടി വരുമെന്ന്. അതവർക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ടല്ല, അവരുടെ ലാഭവും അവരുടെ ക്യാപിറ്റലും കൂട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പല ഭീമൻ കമ്പനികളും ഇന്ന് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തി വരുന്നിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിനനുസരിച്ച് കമ്പനികൾ അവരുടെ AI വിദ്യ ഇപ്പോൾ തന്നെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളിലും നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ റോബോട്ടുകളാണ് അവിടുത്തെ കസേരയിലിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കസേരയും കൂടി വേണ്ട, അത് നിൽക്കുകയായിരിക്കും. അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ആ ഫ്ലഗിൽ ഒന്ന് സ്വിച്ച് അമർത്തിയാൽ മാത്രം മതി. ഇതുകൊണ്ട് കമ്പനികൾക്ക് എന്താണ് ലാഭം? ശമ്പളം കൊടുക്കണ്ട, DA കൊടുക്കണ്ട, TA കൊടുക്കണ്ട. ഇനി ജോലി സമയത്ത് മൊബൈലിൽ നോക്കി യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും കളിച്ചുകൊണ്ടിരിക്കില്ല, ഇൻസ്റ്റാഗ്രാമൊന്നും കളിച്ചുകൊണ്ടിരിക്കില്ല. അതതിൻ്റെ കറക്റ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ വിധത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഓരോ ദിവസവും അത് വളർന്ന് വരികയാണ്. കോഡിംഗ്, ഡാറ്റ എൻട്രി, കസ്റ്റമർ സർവീസ്, ക്രിയേറ്റീവ് എന്നീ മേഖലകൾ ഇപ്പോൾ തന്നെ AI കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് വലിയ കമ്പനികൾ അവരുടെ ജീവനക്കാരുടെ എണ്ണം ഇപ്പോൾ തന്നെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാധിക്കും. നമ്മുടെ പ്രവാസികളെ ബാധിക്കും. ഗൾഫ് മേഖലയിലുള്ള പ്രവാസികൾക്ക് ബാധകമാകും. ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, നമ്മളിവിടുന്ന് പോകുന്ന ജോലി ചെയ്യുന്ന വിദേശത്ത് എല്ലാ രാജ്യങ്ങളിലും ഇത് ബാധിക്കും. ഇത് വലിയൊരു തൊഴിലില്ലായ്മയിലേക്കാണ് ലോകത്തെ തള്ളിവിടുന്നത്. എന്ന് വിചാരിച്ച് ടെക്നോളജി കീഴ്പോട്ട് വരുമോ? ഇല്ല, അത് വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നു. പണ്ട് നമ്മളുടെ പാടത്ത് നിലം ഉഴുതിയിരുന്നത് കന്നുകാലികളെ, അതല്ലെങ്കിൽ മൂരിയെയും പൂത്തിനെയും ഒക്കെ വെച്ചിട്ടായിരുന്നു. ഇപ്പം എന്തായി? ട്രാക്ടറുകളായി. എന്തിനേറെ പറയുന്നു, നമ്മുടെ നെൽവയലുകൾ കൊയ്യുന്നത് പോലും മെഷീൻ ഏറ്റെടുത്തു കഴിഞ്ഞു. തെങ്ങ് കയറാൻ മെഷീനാണ്. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ച തന്നെയാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും ഒഴുകണം. ചൈനയെ പോലെയുള്ള, അതല്ലെങ്കിൽ അമേരിക്കയെ പോലെയുള്ള വലിയ രാജ്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിനു കൂടെ AI
ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് കൂടി മുൻഗണന നൽകുന്നുണ്ട്. അവരെ വിദ്യാഭ്യാസത്തിൻ്റെ പാഠപദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മളും എന്ത് ചെയ്യണം? നമ്മുടെ വിദ്യാഭ്യാസ നയം മാറ്റണം. ആ നയം മാറുമ്പോൾ അതിൽ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ വളർന്നു വരുന്ന ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു വിദ്യാഭ്യാസ നയമായിട്ട് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ അന്തം വിട്ട് അന്താളിച്ച് നിന്ന് പോകും. ഇപ്പോൾ തന്നെ ഈ തൊഴിലില്ലായ്മ വരികയാണെങ്കിൽ വരും തീർച്ചയാണ്. അവരെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയും? വളരെ പ്രയാസമുള്ളൊരു കാര്യമാണത്. ഈ തൊഴിലില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ തൊഴിലെടുക്കുന്ന മേഖലയിലുള്ളവർ അവരുടെ തൊഴിൽ മേഖലയിൽ ആവശ്യമായ AI സംവിധാനം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറ, അവർക്ക് നാം വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഏത് തൊഴിൽ മേഖലയിലാണ് അവരുടെ വിദ്യാഭ്യാസം എങ്കിൽ ആ തൊഴിൽ മേഖലയിൽ ഈ വളർന്നു വരുന്ന ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അവരെ പഠിപ്പിക്കേണ്ടത് നിർബന്ധമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള കാലം AI കാലമാണ്. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ബാധിക്കണമെങ്കിൽ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും എടുക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയും റീകവറായി വരാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.